അസർബൈജാൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലും വളരെ രസകരമായിട്ടുള്ള കൗതുകരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നിന്ന് ആദ്യമായി വിമോചനം നേടി റിപ്പബ്ലിക്കാണ്. പക്ഷേ അതിനുശേഷം വാസ്തവത്തിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള അതിൻ്റെ വേർപെടൽ അത്ര സമാധാനപൂർണ്ണമൊന്നും ആയിരുന്നില്ല. വലിയ വലിയ ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഒക്കെ ഉണ്ടായി ആണ് അത് സാധ്യമായത്. കാരണം സോവിയറ്റ് യൂണിയൻ വേർപിരിയുന്ന സമയം തന്നെ പല കാരണങ്ങളും കൊണ്ട് വേർപിരിയുന്നതിനോട് അന്നത്തെ സോവിയറ്റ് നേതൃത്വമായിട്ടുള്ള ഗോർബച്ചേവിൻ്റെ നേതൃത്വം വാസ്തവത്തിൽ അതിനോട് അനുഭാവമുള്ളവരായിരുന്നെങ്കിലും, പക്ഷേ ഇങ്ങനെ ഒരു വലിയ സമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശം വിട്ടുപോകുന്നത് അവർക്ക് നഷ്ടമാകുമെന്ന് തിരിച്ചറിയോടുകൂടി അവർ അതെങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്താൻ വളരെയധികം ശ്രമിച്ചു അന്നത്തെ റഷ്യൻ നേതൃത്വം. അങ്ങനെ റഷ്യൻ സൈന്യം അസർബൈജാനിൽ പ്രവേശിക്കുകയും അവിടെ വലിയ ഏറ്റുമുട്ടലും സംഘർഷവും അവിടുത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാന നായകന്മാരുമായിട്ട് വലിയ സംഘർഷമുണ്ടാകുകയും ഏറ്റുമുട്ടലുണ്ടാകുകയും വാസ്തവത്തിൽ ഒരുപാട് പേർ 130 പേർ ഒരൊറ്റ ദിവസം രക്തസാക്ഷികളായി